വെൽക്കം ബാക്ക് ടു ആരും പേടിക്കണ്ടാ, ചക്കിക്ക് ഒന്നും പറ്റിയിട്ടില്ല. നമ്മുടെ ചേട്ടൻ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു. ഞങ്ങൾ അത് കാണാനായിട്ടാണ് വന്നത്. ഇടയിലെ കണ്ടൊരു കുഞ്ഞാപ്പിയാട്ടത്. ഇവനാണെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുക, ചിരിക്കുക, ഒളിക്കുക, ഇതൊക്കെയായിരുന്നു അവന്റെ പരിപാടി. പിന്നെ എന്റെ കൂടെ ഇപ്പുറത്ത് പവിയും ഇപ്പുറത്ത് ചക്കയും രണ്ടുപേരുണ്ടായിരുന്നു പരിപാടി കാണാനായിട്ട്. ഇന്നത്തെ മെയിൻ ഫോട്ടോഗ്രാഫർ ഇവരാണ്. ജാതി ഫോട്ടോകളായിരുന്നു ചക്കൻ. 2 മണിക്കൂറായിട്ട് ഇവര് പ്രസംഗിക്കാനെടുത്തത്. ദേഷ്യം വന്ന തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ പവി പോയിട്ട് ഉപ്പിലിട്ട മാങ്ങ മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്കിത് പ്രാന്തായതുകൊണ്ട് അറഞ്ചം പുറഞ്ചും ഞാൻ തിന്ന് തീർത്തുട്ടാ. പവി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഓസിന് ഞങ്ങൾക്ക് പഴവും ബിസ്ക്കറ്റൊക്കെ കിട്ടിയിട്ടാ. ചക്കിയാണെങ്കിൽ അതും കയറ്റിയിരിക്കുകയാണ്. 8:30 ഇവരെ പ്രസംഗം തീരാനായിട്ടില്ല കേട്ടോ. പിള്ളേരൊക്കെ തളർന്നു തുടങ്ങി ഓരോ സൈഡിൽ. ഇത് ഏതാണ്ടാവട്ടാവ് ഒരു ജാതി ഷോ ആയിരുന്നു ചക്ക. പിന്നെ നമ്മുടെ പമ്മിമോളുടെ സമ്മാനദാനായിരുന്നു. ഫസ്റ്റ് ഒരു ട്രോഫി കിട്ടി, പിന്നെ ഒരു ക്യാഷ് പ്രൈസ് കിട്ടി, പിന്നെ 2 എണ്ണം കൂടി കിട്ടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു ട്രോഫിയും 3 ക്യാഷ് പ്രൈസും ആട്ടോ കുട്ടി മേടിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് 9 മണിക്കാട്ടോ നമ്മുടെ കുഞ്ഞുമക്കളെ പരിപാടികൾ തുടങ്ങിയത്. പിള്ളേരൊക്കെ തളർന്നു തുടങ്ങി. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നേരത്തോടെ ആക്കണ്ടേ. ഒരുപാട് പരിപാടികളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ, കാരണം സമയം കുറെ ആയായിരുന്നേ. 4-5 എണ്ണം എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് ട്ടോ പമ്മിമോൾക്ക് കിട്ടിയിട്ടുള്ള ട്രോഫി. ഇനി വീട്ടിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇന്ന് വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കൂട്ടെ. അതുകൊണ്ട് ഞങ്ങൾ 9:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.